ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു പ്രഭാതം സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം നമുക്ക് ആശംസിക്കാം. ഈ പ്രഭാതത്തിൽ അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുമ്പോൾ നമ്മളെ ഒത്തിരി ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ ഞെരുക്കങ്ങളിൽ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവികമായ സാന്നിധ്യം വചനത്തിലൂടെ നമ്മളെ തലോടുന്ന വലിയൊരു നിമിഷമാണ് ഈ ഇന്നത്തെ വചനത്തിലൂടെ നമ്മൾ സ്വന്തമാക്കുന്നത്. സങ്കീർത്തന പുസ്തകത്തില് 107 അധ്യായം 19 20 തിരുവചനത്തില് നമ്മുടെ ഞെരുക്കങ്ങളിലേക്ക് ഓടി വരുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളും കഷ്ടതകളൊക്കെ കടന്നു വരുമ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നൊരു ആഹ്വാനമാണ് ഈ വചനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മുടെ കഷ്ടതകളിൽ നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്നും രക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ആമേൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളിലേക്ക് ഈ വചനത്തെ ഒന്ന് ചേർത്ത് വെച്ച് വിശ്വാസത്തിന്റെ നിറവിൽ നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ ഞെരുക്കങ്ങളിൽ ഓടിയെത്തുന്ന ദൈവത്തെ നിനക്ക് കാണാൻ പറ്റും. കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. ഇന്ന് ഈ വചനം ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചേർത്ത് വെച്ച് ആശ്വാസത്തിന്റെ തലോടല് അനുഭവിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും ശക്തമായി സ്നേഹത്തോടെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.